ഒന്നറിയോ, നിന്റെ ചെലവുകൾ കൂടിക്കൂടി വരുന്നു. വരുമാനം വന്നയുടൻ തന്നെ ചെലവായിത്തീരുന്നു. ഓരോ പ്രാവശ്യവും ചെലവഴിക്കേണ്ടി വരുമ്പോൾ നീ ആകെ ടെൻഷനിലാണ്. ഒഴിവാക്കാനാവാത്ത ചെലവുകൾ ചിലപ്പോൾ പിന്നെയും ബാക്കിയുണ്ടാവും. അതിനും പുറമെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചെലവുകളെക്കുറിച്ച് ഓർത്താലോ? അത് ശരിയാക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ആദ്യം ചെലവിനെ ഓർത്തുള്ള നിന്റെ മാനസിക സമ്മർദ്ദത്തിന് ഒരവസാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ടെൻഷൻ മാറ്റാൻ 3 എക്സർസൈസ് ഞാൻ പറഞ്ഞുതരാം. ചെലവാക്കുന്നതിന് മുമ്പും ചെലവാക്കുന്ന നിമിഷത്തിലും ചെലവാക്കലിന് ശേഷവും ചെലവഴിക്കുന്നതിൻ്റെ 3 ഗുണഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിന്റെ മനസ്സ് ശാന്തമാകും. പഴയതുപോലെ നീ ടെൻഷൻ അടിക്കില്ല. നിനക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റിനെ കുറിച്ച് ഓർക്കുക. നീ ഇപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നിന്റെ കയ്യിലെ കാശ് തീർന്നു പോകുമെന്നോ കടം വാങ്ങേണ്ടി വരുമെന്നോ ഭയമാണ്. ഇപ്പോൾ ഈ എക്സർസൈസ് ഒന്ന് ചെയ്യും. സൗകര്യപ്രദമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. നട്ടല് നേരെയാക്കി 2-3 തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് വിടുക. എന്നിട്ട് ഇക്കാര്യം മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഇമാജിൻ ചെയ്യും, നിന്റെ എല്ലാ ഉറവിടങ്ങളിൽ നിന്നും നീ അതിനായി കാശ് കണ്ടെത്തുകയാണ്. ഉറവിടങ്ങൾ കണ്ടെത്തുകയാണ് കാശ് കിട്ടുന്നതിനുള്ള. ഒരു ഫ്രണ്ടിൻ്റെ സഹായം, ഒരു എക്സ്ട്രാ ജോലി, ഒരു ഓൺലൈൻ ഫ്രീലാൻസ് ഗിഗ്, അങ്ങനെ എന്തും എല്ലാ മാർഗവും ഉപയോഗിക്കുക. ഓരോ വഴിയും ഉപേക്ഷിക്കരുത്. പക്ഷേ എല്ലാം നേരായ മാർഗം ആകണം. പണം ശേഖരിക്കുക. അങ്ങനെ ആവശ്യമായ പണം ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി നീ ആ പേയ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന തീയതി, സമയം, സ്ഥലം എല്ലാം മനസ്സിൽ തീരുമാനിക്കുക. ഓൺലൈനായിട്ടാണെങ്കിൽ UPI ID, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിൽ കാണും. അടുത്തതായി ആ പേയ്മെൻറ്റിൻ്റെ 3 പോസിറ്റീവ് ഫലങ്ങൾ ചിന്തിക്കുക. ഒന്ന്, അത് ചെയ്യുന്നതോടെ നിന്റെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു. നിന്റെയോ വേണ്ടപ്പെട്ടവരുടെയോ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകാവുന്ന നേട്ടം, അല്ലെങ്കിൽ നിന്റെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെട്ടത്, അങ്ങനെ എന്തും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ ഇപ്പോൾ ആ പേയ്മെൻറ്റ് പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ നീ ആ പേയ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. നിന്റെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. ആ പേയ്മെൻറ്റിനെ കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിന്റെ വരുമാന ഉറവിടങ്ങൾ, നിന്റെ സോഴ്സസ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഒരു പേയ്മെൻ്റ് അടയ്ക്കാൻ, ഒരു ബില്ലടയ്ക്കാൻ കാശില്ലെങ്കിൽ പുതിയ വഴികൾ ചിന്തിക്കുക. ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന് ഒരു കടലാസിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് എഴുതുക. എനിക്ക് ഇന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ഇത്ര തുക വേണം, അതിന് എന്തെല്ലാം വഴികൾ എനിക്കെടുക്കാം. ഉദാഹരണം, ഫ്രീലാൻസ് പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാം, അതുമല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വിൽക്കാം. അങ്ങനെ എന്തും. ഈ ലിസ്റ്റിൽ നിന്ന് ഒരു ആശയം തിരഞ്ഞെടുക്കുക. അത് എങ്ങനെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യും. ഇന്ന് തന്നെ ഒരു ചെറിയ ആക്ഷനെങ്കിലും എടുക്കുക. ഒരു സ്റ്റെപ്പ് മതി. ഇനി അടുത്ത എക്സർസൈസ് ചെലവുകളെ നന്ദിയോടെ കാണുന്നതിനുള്ളതാണ്. ഈ എക്സർസൈസ് ഒരു പേപ്പറിൽ എഴുതാം. കഴിഞ്ഞ മാസം ഞാൻ കാശ് ചെലവഴിച്ചത് എന്തിനാണ്? അത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഉദാഹരണം, 5000 രൂപ കുട്ടികളുടെ സ്കൂൾ ഫീസിന് ചെലവഴിച്ചു. അതവരുടെ ഭാവി സുരക്ഷിതമാക്കി. ഈ ചിന്ത നിന്റെ ടെൻഷൻ ഇല്ലാതാക്കും. നിന്റെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം? നിന്റെ കാശ് മാനേജ് ചെയ്യാൻ ഒരു പ്ലാൻ വേണം. ഇന്ന് തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ നിന്റെ ജീവിതം കുഴപ്പത്തിലാണ്. അതിന് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെലവുകൾ ഡിവൈഡ് ചെയ്യുക, വിഭജിക്കുക. 50% ആവശ്യ ചെലവുകൾക്ക് വേണ്ടി, ഏറ്റവും അത്യാവശ്യ ചെലവുകൾ, വാടക, ബില്ലുകൾ, ഭക്ഷണം, അങ്ങനെ
30% നിന്റെ ആഗ്രഹങ്ങൾക്ക്, വിനോദം, ഷോപ്പിംഗ് മുതലായവയ്ക്ക്. 20% അതിൽ തുടരുത്. അത് സേവിങ്സ് ആണ്. ഇത് പാലിക്ക്. ഇനി അനാവശ്യ ചിലവുകൾ വെട്ടിക്കളയും. ഓരോ ദിവസവും കുറേ രൂപ പുറത്തുനിന്ന് ഭക്ഷണത്തിനോ ഷോപ്പിങ്ങിനോ നീ ചെലവഴിക്കുന്നുണ്ടോ? അത് നിർത്ത്. ആ തുക സേവ് ചെയ്യും. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്ക്. 6 മാസത്തെ ചെലവിനുള്ള കാശ് ഒരു അക്കൗണ്ടിൽ ബാക്കി വയ്ക്ക്. നിന്റെ കടങ്ങൾ കുറയ്ക്ക്. കടക്കാരുടെ വിളി കാരണം നീ ഇപ്പോൾ ഫോണിനെ പേടിക്കുന്നുണ്ടോ? ഉടനെ അത് അടച്ചു തീർക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിനക്ക് അതിനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ പറയ്, അത് ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇനി നിന്റെ ഉറവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ സോഴ്സുകൾ, കാശ് കിട്ടാനുള്ള മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്ട്രാ ജോലി, ഒരു പുതിയ ബിസിനസ്, അല്ലെങ്കിൽ നിന്റെ സ്കിൽ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുക. നിന്റെ എഴുതാനുള്ള കഴിവ് ഉപയോഗിച്ച് ഓൺലൈൻ കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുക. തയ്യലിലും എംബ്രോയിഡറി വർക്കിലുള്ള ശേഷി പ്രയോഗിക്കുക. പാചകശേഷി ഉപയോഗിക്കുക. യൂട്യൂബിൽ വീഡിയോ ഇടുക. കാറ്ററിംഗ് സർവീസിൽ സഹായിക്കുക. അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക. നേരായ എന്തു മാർഗവും, എല്ലാ മാർഗങ്ങളും ട്രൈ ചെയ്യുക. ഇത് ചെയ്യാതെ ഇരുന്നാൽ നിന്റെ ജീവിതം ഒരിക്കലും മാറില്ല. പണം നിന്നിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ള മറ്റൊന്നു കൂടിയുണ്ട്. അതും നീ ചെയ്യണം. കേൾക്കുമ്പോൾ ഒരുപക്ഷെ തമാശയായി തോന്നാം, പക്ഷേ ഇത് വളരെ ശക്തമായ, ഉറപ്പായും ഫലം നൽകുന്ന ഒന്നാണ്. അതാണ് പണം സംബന്ധിച്ച അഫർമേഷനുകൾ. നിന്റെ മനസ്സിനെ ശക്തമാക്കാൻ ഈ അഫർമേഷനുകൾ ദിവസവും 2 നേരം പറയും. അത് നീ ഉറക്കമുണരുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പും ബെഡിലിരുന്നു കൊണ്ട് 3 പ്രാവശ്യം ദീർഘമായി ശ്വാസമെടുത്ത് വിടും, ആഴത്തിൽ. അതിനുശേഷം കഴിഞ്ഞ 24 മണിക്കൂറിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച 3 കാര്യങ്ങൾ നന്ദിപൂർവ്വം ഓർക്ക്. നന്ദി പറയും അതിന് കാരണം ആയവരോട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് തികഞ്ഞ ആത്മാർത്ഥതയോടെ. ഇനി 100% വിശ്വാസത്തോടെ ഇനി പറയുന്ന അഫർമേഷൻസ് മനസ്സിൽ പറയും. എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. എൻ്റെ കാശ് ഞാൻ വിവേകത്തോടെ ചെലവഴിക്കുന്നു. എനിക്ക് പുതിയ വരുമാന ഉറവിടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഓരോ പ്രാവശ്യവും ഞാൻ നന്ദിയോടെ ചെലവഴിക്കുന്നു. എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ അഫർമേഷനുകൾ 21 ദിവസം തുടർച്ചയായി ചെയ്യും. നിന്റെ മനസ്സ് മാത്രമല്ല, നിന്റെ ജീവിതവും മൊത്തത്തിൽ മാറും. നിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടും. ഓർക്ക്, 100% ആത്മാർത്ഥതയോടെ ചെയ്യ്. 100% ഫലം ഉണ്ടാക്കാൻ റെഡിയാവുക. നിന്റെ ജീവിതം മെച്ചപ്പെടുത്ത്. നിന്റെ പൈസ നിന്റെ കയ്യിൽ തന്നെയാണ്. നിന്റെ മനോഭാവം മാറ്റ്. വിവേകത്തോടെ ചെലവഴിക്ക്. നന്ദിയോടെ ജീവിക്കുക. ഇന്ന് തന്നെ ആദ്യ സ്റ്റെപ്പ് എടുക്കുക. നിന്റെ ജീവിതം മാറ്റാൻ വേറെ ആരും വരില്ല, നീ തന്നെ ചെയ്യണം. നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ നിമിഷം തന്നെ തുടങ്ങുക. ഇനിയും ഞാൻ വഴികാട്ടാം.